പ്രാഡിന്റെ ഈ ഒരു സേഫ്റ്റി പിന്നിന് 69,000 ആണ് പ്രൈസ് വരുന്നത്. എന്തായാലും പ്രാഡിന്റെ സേഫ്റ്റി പിൻ അവർ പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ടല്ല വാങ്ങുന്നത്. ഇറ്റ്സ് അബൌട്ട് ദ പവർ ഓഫ് ദ ലോഗോ. ഈ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം അഫോർഡ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും എന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങുന്നത്. അല്ല, പ്രാഡിന്റെ ഈ ഒരു സേഫ്റ്റി പിൻ കൊണ്ട് തന്നെ ആ ഒരു ബ്രാൻഡിന് ഫ്രീ മാർക്കറ്റിംഗ് കൂടി കിട്ടി. കാരണം ഇത് ഒരുപാട് വൈറലായല്ലോ, സേഫ്റ്റി പിന്നിന് 69,000 എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഈ ഒരു മോഡൽ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കാൻ ശ്രമിച്ചാലാ. കുറേ ആയി ഞാൻ ഇതൊന്ന് ട്രൈ ആക്കണം എന്ന് വിചാരിച്ചിട്ട് അടുത്തുള്ള ഫാൻസി ഷോപ്പിലേക്കൊക്കെ ഗോൾഡൻ കളർ സേഫ്റ്റി പിന്നിന് കുറേ തപ്പിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഗോൾഡൻ കളർ സേഫ്റ്റി പിൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പുരയിൽ കുറേ തപ്പി ലാസ്റ്റ് എൻ്റെ മംഗളത്തിന് ചെക്കൻ്റെ ആർന്ന് ചെരക്കൊണ്ടെന്ന ബാഗിലുണ്ടായിരുന്നു. അങ്ങനെ അത് കിട്ടിയപ്പോൾ ഇതൊന്നും ആക്കി നോക്കാമെന്ന് വിചാരിച്ചു. ഞാനിതിന് വേണ്ടി സെലക്ട് ചെയ്ത കളറ് റെഡും ഓഫ് വൈറ്റും ആയിരുന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ക്രോഷ്യ ചെയ്യുന്നത് തന്നെ. പിന്നെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചെങ്കിൽ ഇതിൻ്റെ ഓപ്പൺ ചെയ്യുന്ന ആ ഒരു സൈഡില്ലേ, അവിടെ ചെയ്യാൻ പാടില്ല. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ചെയ്യേണ്ടത്. ഈ സേഫ്റ്റി പിന്നിൻ്റെ ആ ഒരു ഹോളിലേക്ക് നമ്മൾ ത്രെഡ് ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു രീതിയിൽ ത്രെഡ് പിടിക്കുക. എന്നിട്ട് അതിനുശേഷം നമ്മൾ ക്രോഷൻ്റെ നീഡിൽ യൂസ് ചെയ്തിട്ട് ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. നമ്മൾ 2 കളറിലല്ലേ വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ടായിരുന്നത്, അതിൽ ഓരോ കളറിലും 2 സിംഗിൾ ക്രോഷ്യ വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. പിന്നെ മനസ്സിലാവാത്തവർക്ക് ഈ ഒരു വീഡിയോ കറക്റ്റായിട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഇപ്പോൾ റെഡ് ത്രെഡ് നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കളർ ആഡ് ചെയ്യണം. അതിന് മറ്റേ ത്രെഡ് എന്താക്കാം, ഈ ഒരു നീഡിൽ ഇട്ടിട്ട് ഈ ഒരു രീതിയിൽ ഈ ത്രെഡിൻ്റെ ഉള്ളിലേക്ക് എടുക്കണം. റെഡിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു ഓഫ് വൈറ്റ് ത്രെഡ് എടുക്കണം. എന്നിട്ട് ബാക്കി ത്രെഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചു കൊടുത്തെങ്കിൽ തന്നെ അതൊന്ന് ടൈറ്റായിട്ട് കിട്ടും. എന്നിട്ട് ആ കാണുന്ന ചെറിയ ചെറിയ ത്രെഡൊക്കെ ഇല്ലേ നമ്മൾ ചെയ്തിട്ട് ബാക്കി ഉണ്ടായിരുന്ന ആ റെഡ്, ആ ഒരു ബിഗ് ത്രെഡില്ലേ ആ റെഡ്, അതും പിടിക്കണം. ബാക്കി 2 ചെറിയ വൈറ്റും ആ ഒരു റെഡിൻ്റെ ചെറുതും, അത് 3 ഒരുമിച്ച് പിടിച്ചിട്ട് വേണം ചെയ്യേണ്ടത്. ഇതും അതുപോലെ സെയിം സ്റ്റെപ്പ് തന്നെയാണ്. അതായത് 2 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. ഈ ക്രോഷ്യനെ കുറിച്ചിട്ടുള്ള ബേസിക്സ് എല്ലാം അറിയുന്നവർക്കെല്ലാം ഈ സിംഗിൾ ക്രോഷ്യ എന്താണെന്ന് വെച്ചാൽ അറിയുമായിരിക്കും. അങ്ങനെ ബേസിക് അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ട്യൂട്ടോറിയലായിട്ട് ഇടുന്നതായിരിക്കും. ഓഫ് വൈറ്റിൻ്റെ 2 സിംഗിൾ ക്രോഷ്യ ചെയ്തതിന് ശേഷം നമുക്ക് റെഡ് എടുത്തിട്ട് ആദ്യം അതുപോലെ 2 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി എടുത്തു കഴിഞ്ഞെങ്കിൽ പിന്നെ ഇത് സംഭവം വളരെ ഈസിയാണ്. ഇതൊന്ന് മനസ്സിലാക്കി കിട്ടാനാണ് പാട്. ആ ഒരു ഐഡിയ കിട്ടിയെങ്കിൽ പിന്നെ ഇത് സംഭവം അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇത്രയും സിമ്പിളായി ഈ ഒരു സേഫ്റ്റി പിന്നിന് എന്തിനാണാവോ പ്രാഡോ ഇത്രയും പ്രൈസ് കൊടുത്തിന്. പിന്നെ പ്രൈസ് കൂടുമ്പോൾ ഇതിൻ്റെ വാല്യൂയും കൂടുമെന്ന് പറയും പോലെ ആ ഒരു വാല്യൂക്ക് വേണ്ടിയിട്ടായിരിക്കും. എന്തായാലും പ്രാഡിൻ്റെ സേഫ്റ്റി പിൻ അവർ പിന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല വാങ്ങുന്നത്. ഇറ്റ്സ് അബൌട്ട് ദ പവർ ഓഫ് ദ ലോഗോ. ഈ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം അഫോർഡ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റും എന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വാങ്ങുന്നത് തന്നെ. മാത്രമല്ല പ്രാഡിൻ്റെ ഈ ഒരു സേഫ്റ്റി പിൻ കൊണ്ട് തന്നെ ആ ഒരു ബ്രാൻഡിന് ഫ്രീ മാർക്കറ്റിംഗ് കൂടി കിട്ടി. കാരണം ഇത് ഒരുപാട് വൈറലായല്ലോ, സേഫ്റ്റി പിന്നിന് 69,000 എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ അവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്.
ക്രോഷ ചെയ്തതിന് ശേഷം ത്രെഡ് കുറച്ച് ലെങ്ത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ഒരു രീതിയിൽ 2 ത്രെഡിനെയും കൂടി ആ ഒരു ചെയിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടത് പുറത്തേക്ക് എടുക്കണം കേട്ടോ. നേരത്തെ ഉണ്ടായ ആ ചെറിയ ചെറിയ ത്രെഡൊക്കെ ഇല്ലേ, അതിലൊന്ന് കട്ട് ചെയ്തൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ മെയിനായിട്ടുള്ള 2 ത്രെഡും കൂടിയിട്ട് ഒരു ത്രെഡ് എന്താക്കുക, നമ്മൾ സേഫ്റ്റി പിന്നിൻ്റെ ഉള്ളിലേ കൂടി ഇട്ടിട്ട് മറ്റേതൊന്ന് നമുക്ക് കെട്ടി കൊടുക്കുക. ഈ ഒരു രീതിയിൽ ഇങ്ങനെ കെട്ടിടണം എന്നില്ലെങ്കിൽ നമുക്കൊരു നീഡിൽ യൂസ് ചെയ്തിട്ട് ഇതിനെ തിരിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ ഒന്ന് ഇടാനേ ഇല്ലൂ. പക്ഷെ അതിനേക്കാളും ബെറ്റർ എനിക്ക് ഈ ഒരു നോട്ട് ഇടാനായിരുന്നു. എന്നിട്ട് എക്സ്ട്രാ വരുന്ന ത്രെഡൊക്കെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ക്രോഷ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ചാമും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു ചാമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്കൊരു ഗോൾഡൻ കളർ ചാമനെ കിട്ടണമെന്നുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ എന്താക്കി, എൻ്റെ ഒരു ഇയറിംഗിൽ നിന്ന് ഈ ഒരു ചാമ എടുത്തതായിരുന്നു. ഇപ്പം നമ്മളെ ക്രോഷ കൊണ്ടുള്ള സേഫ്റ്റി പിന്നെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ പ്രാഡൻ്റെ ആ ഒരു ലുക്ക് ഇതിന് വരില്ലെങ്കിലും എന്തായാലും സംഭവം അടിപൊളിയായിട്ടുണ്ട്. മോഡല് തന്നെ. പിന്നെ പ്രാഡൻ്റെ ആ ഒരു ലുക്ക് വരാത്തതിൻ്റെ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ അവർ യൂസ് ചെയ്ത ആ ഒരു ത്രെഡിന് വ്യത്യാസമുണ്ട്. നമുക്കിത് ഉണ്ടാക്കാൻ 69,000 രൂപ പോയിട്ട് ഒരു 10 രൂപ പോലും വേണ്ട. ജസ്റ്റ് ഒന്ന് ക്രോഷിൻ്റെ ബേസിക്സ് അറിഞ്ഞാൽ മാത്രം മതി. ബിഗിനേഴ്സിന് പോലും ഇത് ചെയ്യാൻ പറ്റും. എക്സാമ്പിളായിട്ട് എന്നെ തന്നെ നോക്ക്. ഞാനൊരു ബിഗിനറല്ലേ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ക്രോഷ് ചെയ്യുന്നത് തന്നെ. എനിക്കിത് ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. എന്തായാലും 69,000 സേഫ്റ്റി പിന്നാണെന്ന് പറയാലോ. എന്തായാലും ആ പ്രൈസ് എന്തായാലും സേഫ്റ്റി പിന്നിൻ്റെ അല്ല, ആ ഒരു ലോഗോൻ്റെ പ്രൈസാണത്. പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.